ഒരു സത്യസന്ധമായിട്ടാണോ അവിടെ നിൽക്കുന്നത്? ലാലേട്ടൻ ഋഷിയെ നിർത്തിപ്പൊരിക്കുവാണ്. കാരണം ക്യാപ്റ്റൻസി ടാസ്ക് ഋഷി ചെയ്തത് വളരെ പരിതാപകരമായിട്ടായിരുന്നു. അപ്പം ലാലേട്ടൻ നന്ദനയോട് ചോദിക്കുന്നുണ്ട് ഋഷിയുടെ ക്യാപ്റ്റൻസിനെ കുറിച്ചുള്ള അഭിപ്രായം. എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത്രേ ഉള്ളൂ ലാലേട്ട. അപ്പം നന്ദന പറയുന്നത് ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞ ടാസ്ക് ഋഷി ചെയ്ത് വളരെ പരിതാപകരമായിരുന്നു. അവർക്കൊക്കെ നടുവേന ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാളെ ഈ അടിച്ചു വാരി തൂക്കാൻ വേണ്ടിയിട്ട് തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഋഷി പറഞ്ഞു പവർ റൂമിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പവർ റൂമിൽ പോയിട്ട് അൻസിബയോട് ചോദിച്ചപ്പോൾ അൻസിബ പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഋഷി തിരിച്ചു പോയിട്ട് നന്ദനയോട് പറഞ്ഞത് കേട്ടില്ലേ, അൻസിബ പറഞ്ഞത് കേട്ടില്ലേ, തരാൻ പറ്റില്ല, അങ്ങനെയുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ആ ഒരു പവർ ഉപയോഗിച്ചിട്ടൊന്നും പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്ന് നന്ദന വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ക്യാപ്റ്റൻ ആയിരുന്നു എന്ന് ആർക്കാണ് പറയാൻ സാധിക്കുക? ഋഷി നല്ലൊരു ക്യാപ്റ്റൻ ആയിരുന്നോ ഇന്ന് ആർക്കാണ് പറയാൻ സാധിക്കുക എന്ന് ലാലേട്ടൻ്റെ ചോദ്യത്തിന് ആരും ഒന്നും പറയുന്നില്ല. പക്ഷെ അൻസിബ കൈ ഉയർത്തുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഓക്കെ അൻസിബ പറഞ്ഞോളൂ. അപ്പോൾ അൻസിബ പറയുന്നുണ്ട് ഋഷിക്ക് കുറച്ച് പരിചയക്കുറവുണ്ടായിരുന്നു, ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇത്രയും ദിവസം ഇവിടെ ഉണ്ടായിട്ട് എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് ഋഷിക്ക് അറിയില്ലായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അൻസിബ അവൻ ട്രൈ ചെയ്തു എന്നുള്ള രീതിയിൽ ഋഷിക്ക് സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഋഷി ഉപയോഗിക്കുന്ന ഭാഷ നല്ലതാണെന്ന് അൻസിബയ്ക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഋഷി ഉപയോഗിക്കുന്ന ഭാഷ നല്ലതാണോ? ഇല്ല ഋഷി അൻസിബ പറയുന്നുണ്ട് ഇല്ല ലാലേട്ട, ഋഷിയെ കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഞാൻ പ്രേക്ഷകരുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് വരുന്നത്, അവരാണ് പറയുന്നത് ഇതൊക്കെ 62-63 ദിവസമായില്ലേ, ഇനി നിങ്ങൾക്ക് പരസ്പരം നല്ല രീതിയിൽ സംസാരിക്കാനായില്ലേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അപ്സര പറയൂ, അപ്സരയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. നിന്റെ തൊള്ള അടക്കടി എന്നാണ് ഋഷി. അപ്സര വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട് ഇവിടെ റെസ്പെക്റ്റിനെ കുറിച്ചിട്ട് ഏറ്റവും അധികം ഘോര പ്രസംഗം നടത്തിയത് അൻസിബയാണ്. അപ്പം അൻസിബയുടെ മുന്നിൽ വെച്ചിട്ട് ഋഷി പറയുന്നുണ്ട് ഗസ്റ്റ് വന്നപ്പം ഇവർക്കൊരു പ്രാങ്ക് ടാസ്ക് ഉണ്ടായിരുന്നു. ആ ടാസ്കിനിടയിൽ ഋഷി നേരെ അപ്സരേനോട് വന്നിട്ട് നിൻ്റെ തൊള്ളയടിക്കടി എന്നൊക്കെ പറഞ്ഞു, നീ മൊത്തം അഭിനയമാണെന്ന് പറഞ്ഞു. ആ സമയത്ത് അപ്സര ഋഷിയോട് പറഞ്ഞു അതെ എൻ്റെ അഭിനയമാണ്, നിനക്ക് അഭിനയിക്കാൻ അറിയാത്തത് എൻ്റെ കുഴപ്പമല്ല എന്ന് പറഞ്ഞപ്പം ഋഷി അത് വീണ്ടും വളച്ചൊടിച്ചു, എൻ്റെ പ്രൊഫഷനെ പറഞ്ഞു, എൻ്റെ അന്നമാണ്, അങ്ങനെ വളച്ചൊടിച്ചു പറഞ്ഞു എന്ന് അപ്സര വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഋഷിക്കെതിരെ പറയുന്നുണ്ട്. അപ്സര പറഞ്ഞ പല പല പോയിന്റ്സ് ലാലേട്ടൻ അക്സെപ്റ്റും ചെയ്യുന്നുണ്ട് ഋഷിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് കുഴപ്പം? ഞാനിവിടെ വന്നിട്ട് അഭിനയിക്കാൻ ലാലേട്ടൻ ഋഷിയെ അങ്ങ് നിർത്തി പോയിരിക്കുകയാണ്. ഇപ്പോൾ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം, എൻ്റെ പ്രൊഫഷൻ അഭിനയിക്കലാണ്, അപ്പോൾ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഋഷിക്ക് പറയുന്ന ഒരു വ്യക്തമായിട്ടുള്ള മറുപടിയൊന്നുമില്ല. അപ്പോൾ ലാലേട്ടൻ പറയുന്നതിനോടൊന്നും തിരിച്ച് പറയാനും പറ്റുന്നില്ല. അപ്പോൾ ഋഷി പറഞ്ഞപ്പോൾ HR ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് അതിൻ്റെ ഒരു പ്രഷറൊക്കെ വന്നു, അങ്ങനെയാണ് സോറി ലാലേട്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് എന്നോട് സോറി ചോദിക്കേണ്ട ആവശ്യമില്ല, പ്രേക്ഷകരോടാണ് സോറി ചോദിക്കേണ്ടത്, ഇത്രയും ദിവസമായില്ലേ ഇവിടെ വന്നിട്ട് പ്രോപ്പർട്ടി നശിപ്പിക്കുക, എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. 500 പോയിന്റ്സ് ഞാൻ കട്ട് ചെയ്തു. അങ്ങനെ എല്ലാത്തിൻ്റെയും ഭാഗമായിട്ട് ലാലേട്ടൻ 500 പോയിന്റ്സ് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഒരു ക്യാപ്റ്റൻസി ടാസ്ക് ഒക്കെ കിട്ടുമ്പോൾ നല്ല രീതിയിൽ ചെയ്യാത്ത ഇനി ഇതൊക്കെ എന്നാ പഠിക്കുന്നത്, ഇവിടുന്ന് പോയതിന് ശേഷമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഋഷിയെ നിർത്തി പൊരിച്ച് മടക്കി പോക്കറ്റിലാക്കി ലാലേട്ടൻ പോയിട്ടുണ്ട്.